നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതൊരു റിലേഷൻ മേക്ക് ചെയ്യാനുള്ളൊരു ക്വസ്റ്റ്യനാണ്. സോ നമുക്ക് തന്നിട്ടുള്ള എന്താണ്, എം എന്ന് പറയുന്ന ഒരു മാട്രിക്സ് ആണ്. അതിൻ്റെ ഫോർത്ത് പവർ എന്ന് പറയുന്നത് ഒരു ഐഡൻറ്റിറ്റി മാട്രിക്സ് ആണെന്ന് പറയുന്നുണ്ട്. വേർ ഐ ഡിനോട്ട്സ് ആൻ ഐഡൻറ്റിറ്റി മാട്രിക്സ് ആൻഡ് എം ഈ നോട്ട് ഈക്വൽ ടു എം എന്ന് പറയുന്നത് എന്തായാലും ഐഡൻറ്റിറ്റി മാട്രിക്സ് അല്ല, പക്ഷേ അതിൻ്റെ ഫോർത്ത് പവർ ഐഡൻറ്റിറ്റി മാട്രിക്സ് ആണ്. പക്ഷേ എം സ്ക്വയറും ഐ അല്ല, എം ക്യൂബും ഐ അല്ല. എം പവർ 4 ഐ ആണെന്ന് പറയുന്നുണ്ട് അല്ലേ. അതേപോലെ എം സ്ക്വയർ നോട്ട് ഈക്വൽ ടു ഐ ആണ്, എം ക്യൂബ് നോട്ട് ഈക്വൽ ടു ഐ ആണ്. ദെൻ ഫോർ എനി നാച്ചുറൽ നമ്പർ കെ എം ഇൻവേഴ്സ് എത്രയാണെന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അതായത് കെ എന്ന് പറയുന്ന ഒരു നാച്ചുറൽ നമ്പറാണ്. അപ്പോൾ കെ ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കെ ഈ ഒരു എം പവർ 4 ഈക്വൽ ടു ഐ എന്ന് പറയുന്ന ഒരു ഇക്വേഷനിൽ നിന്ന് നിങ്ങൾ എം ഇൻവേഴ്സിൻ്റെ ഒരു റിലേഷൻഷിപ്പ് മേക്ക് ചെയ്യാനാണ് പറയുന്നത്, അതായത് കെ ഉപയോഗിച്ചിട്ട്. അത് നമുക്ക് ആ കൂടെ തന്നിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എം പവർ 4 ഈക്വൽ ടു ഐ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഒരു എം ഇൻവേഴ്സിൻ്റെ റിലേഷൻഷിപ്പ് മേക്ക് ചെയ്യാൻ നോക്കണം. അപ്പോൾ എം പവർ 4നെയും അതായത് ഈ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നമ്മൾ എം ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് വരും, എം പവർ 3 ഈക്വൽ ടു എം ഇൻവേഴ്സ്. ഓക്കെ, എം പവർ 4 ഇൻറ്റു എം പവർ 4 ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഞാൻ എം പവർ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതായത് ഈ റിലേഷനെ എം പവർ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും. അപ്പോൾ നമുക്ക് എന്ത് വരുമെന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ എം പവർ 8 ഈക്വൽ ടു എം പവർ 4. പക്ഷേ എം പവർ 4 എന്ന് പറയുന്നത് എന്താണ്, ഐ ആണ്. അതായത് എം പവർ 8 എന്ന് പറയുന്നത് ഐ ആണ്. ഓക്കെ, അതേപോലെ നമുക്ക് ആൾറെഡി എം ക്യൂബ് ഈക്വൽ ടു എം ക്യൂബ് ഈക്വൽ ടു എം ഇൻവേഴ്സ് എന്ന് പറഞ്ഞ ഒന്നുമില്ലേ, എം ഇൻവേഴ്സ് എന്ന് പറയുന്നത്, അതായത് ഈ ഒരു റിലേഷൻ, ഈ കിട്ടിയ റിലേഷൻ എന്ന് പറയും. അപ്പോൾ ഇതിനെ നമുക്ക് വീണ്ടും നമുക്ക് എം ക്യൂ 3 എന്ന് പറഞ്ഞ ഓർഡറിൽ കിട്ടി. ഇനി അതിൻ്റെ നെക്സ്റ്റ് ഓർഡർ എന്താണെന്നാണ് നോക്കണം. അതിനുവേണ്ടി നമ്മൾ വീണ്ടും ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടെ ചെയ്യുന്നു. അതായത് എം പവർ 3 എം ക്യൂബിനെ എം പവർ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ഈക്വൽ ടു എം ഇൻവേഴ്സ് ഇൻറ്റു എം പവർ 4. ഓക്കെ, അപ്പോൾ എം പവർ 7 ഈക്വൽ ടു എം പവർ 3. ഓക്കെ, അപ്പോൾ എം പവർ 7ഉം എം പവർ 3യും സെയിം ആണെന്ന് കണ്ടു. ഇനി നമുക്ക് എം പവർ 8 ഈക്വൽ ടു ഐ എന്ന് കണ്ടു അല്ലേ. ഇതിനെ നമ്മൾ എം പവർ 4 കൊണ്ട് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 8 പ്ലസ് 4 12 വരും. 12 ഈക്വൽ ടു എം പവർ 4 വരും. അതായത് എം പവർ 12 എന്താണ്, ഐ ആണ്. ഓക്കെ, പക്ഷേ അപ്പോൾ നമ്മൾ ഈ ഒരു 3 കേസ് നമ്മൾ എടുത്തു വരാം. അതായത് എം പവർ 7 എം പവർ 3 എടുത്ത് നോക്കി കഴിയുമ്പോൾ എം പവർ 4ഉം ഇതുമായിട്ട് എങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് എം ക്യൂബും എം ഇൻവേഴ്സും എം ക്യൂബ് എം പവർ 7 എം ഇൻവേഴ്സുമായിട്ട് റിലേറ്റഡ് ആണ് അല്ലേ. അപ്പോൾ ഇത് നമ്മുടെ എം പവർ 4ഉമായിട്ട് 4ൻ്റെ ഒരു റിലേഷൻഷിപ്പിൽ എങ്ങനെ എഴുതാൻ പറ്റും. അതായത് കെ ഉപയോഗിച്ച് ഒരു നാച്ചുറൽ നമ്പർ കെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേ നമുക്ക്, അതായത് ഈ എം പവർ 4ൻ്റെ കൂടെ എന്തോ ഒരു ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേ നമുക്ക്, അങ്ങനെയല്ലേ നമുക്ക് ഈ റിലേഷൻഷിപ്പ് എല്ലാം കിട്ടിയത്. നമുക്കിവിടെ ആ കേസ് എന്ന് പറയുന്നത് 4 ആണ്, എം പവർ 4. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതായത് ബേസിക്കലി എം പവർ 4നെ നമ്മൾ എം പവർ 4 അതുകൊണ്ട് അതായത് 4ൻ്റെ കൂടെ എന്തോ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ എം പവർ 4 പ്ലസ് 4 ആണ്. ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഇവിടെ 1 ആയി അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ 3ഉം 7ഉം നമുക്ക് എങ്ങനെ കിട്ടാൻ പറ്റും ഇതിനകത്ത്. എം പവർ 4 ഇൻറ്റു 0 പ്ലസ് 3 ഈക്വൽ ടു എം ക്യൂബ് അല്ലേ. അതായത് എം പവർ 4 ഇൻറ്റു 0 പ്ലസ് 3 ഇതാണ് എം ക്യൂബ്. എം പവർ 7 ആണെങ്കിലോ എം പവർ 4 ഇൻറ്റു 1 പ്ലസ് 3 അല്ലേ. അതായത് കെയ്ക്ക് 1 ആകുമ്പോൾ ഇത് എം പവർ 7 ആകും. ഓക്കെ, ഇപ്പോൾ ഇവർ രണ്ടുപേരും എം ഇൻവേഴ്സുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ഈ ജനറലൈസ്ഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെ എഴുതാൻ പറ്റും, എം പവർ 4k പ്ലസ് 3 ഇത് ഈക്വൽ ടു എം ഇൻവേഴ്സ്. ഓക്കെ, ഓപ്ഷൻസിനകത്തുണ്ടോയെന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ഓപ്ഷൻസ് സി എന്ന് പറയുന്നത് 4k പ്ലസ് 3 ആണ്. ഓക്കെ, അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് ബേസിക്കലി റിസൾട്ടൊന്നുമല്ല, ഇത് ബേസിക്കലി നിങ്ങൾ തന്നിട്ടുള്ള ഡാറ്റ ഉപയോഗിച്ച് നിങ്ങളൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് 2/2 മാട്രിക്സ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനൻ്റ് ഓഫ് എ ട്രാൻസ്പോസ് ഇൻറ്റു എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഇത് ഈ ക്വസ്റ്റ്യൻ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. അതായത് നിങ്ങൾക്കിത് ഒരു 4 സ്റ്റെപ്പിൽ ചെയ്യാൻ പറ്റും.
ഡയറക്റ്റ് വേ, അതായത് എ ട്രാൻസ്പോസും എ ഇൻവേഴ്സും കണ്ടുപിടിച്ച് നിങ്ങൾക്ക് ചെയ്യാം. കാരണം 2x2 മാട്രിക്സാണ് തന്നിരിക്കുന്നത്. 2x2 മാട്രിക്സ് തന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അഡ്ജോയിൻ്റ് പെട്ടെന്ന് കണ്ടുപിടിക്കാം, ഡിറ്റർമിനൻ്റ് പെട്ടെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ആ ഒരു ഡയറക്റ്റ് മെത്തേഡും നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ റിസൾട്ട് നന്നായിട്ട് അറിയാമെങ്കിൽ, നമ്മൾ പഠിച്ച റിസൾട്ട് നന്നായിട്ട് അറിയാമെങ്കിൽ ഈ ക്വസ്റ്റ് 2 സ്റ്റെപ്സിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ, ഈ ഗേറ്റിന് ഇതുപോലത്തെ നമുക്ക് എത്ര മാർക്കിനാണുള്ള ക്വസ്റ്റ്യൻ നോക്കിയാൽ മതി. അതായത് 1 മാർക്ക് ക്വസ്റ്റ്യനാണ്. അപ്പം ബേസിക്കലി ഇതൊരു 1 to 2 സ്റ്റെപ്സിൽ ആൻസർ കിട്ടുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, അതായത് അപ്പോൾ 1 + tan square x എന്ന് പറയുന്നത് എന്താണ്? 1 + tan square x എന്ന് പറയുന്നത് sec² x ആണ്. ഓക്കെ, ഈ ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. കാരണം നിങ്ങൾ ഇലക്ട്രോണിക്സ് ബ്രാഞ്ചിൽ നിന്നാണെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉണ്ടല്ലോ, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ അനലോഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഫുള്ള് നിങ്ങൾക്ക് ട്രിഗണോമെട്രിക് റിലേഷൻസ് ആണ്. അതായത് നിങ്ങൾ AM FM അതിൻ്റെ റിലേഷൻഷിപ്സ് മൊത്തം ട്രിഗണോമെട്രിയാണ്. അതിൻ്റെ പ്രോബ്ലംസ് എല്ലാം ട്രിഗണോമെട്രിക് റിലേഷൻസുമായിട്ടേ ചോദിക്കുകയുള്ളൂ. ഓക്കെ, ഞാനിത് എ ട്രാൻസ്പോസിൻ്റെ എ ഇൻവേഴ്സിൻ്റെ അവിടെ തൊട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ബാക്കിയെല്ലാം ജസ്റ്റ് ബേസിക്കലി മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ a + b (a-b) എക്സ്പാൻഡ് ചെയ്തു. 1 + tan power 4x - 2 tan square x എന്ന് കിട്ടി. അപ്പോൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്തപ്പോൾ 4 tan square x എന്ന് കിട്ടി. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ബേസിക്കലി 1 + tan square x (x) ആണ്. ഓക്കെ, ബേസിക്കലി ഇത്രയും സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ 1 + tan square x (x) വരും. ഓക്കെ, ഇത്രയും സംഭവമാണ് sec² x. അപ്പോൾ ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്, അതാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഓക്കെ, അത് ആൾറെഡി sec power 4x ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ക്യാൻസൽ ആയിട്ട് പോയി 1 ആയി. ഓക്കെ, സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിൽ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ആവശ്യമില്ലാത്ത ഡേറ്റയൊക്കെ തന്നിട്ടുണ്ട് ഈ ക്വസ്റ്റ്യനിൽ. അതായത് നിങ്ങൾ ഒരു 2x1 മാട്രിക്സ് തന്നിട്ടുണ്ട്, ഒരു 2x2 മാട്രിക്സ് തന്നിട്ടുണ്ട്, അതിന് എന്ത് പവർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2x1 മാട്രിക്സ് ആയിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. n ≥ 2 ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ കുറേ ഇനിഷ്യൽ കണ്ടീഷൻസ് എന്നൊക്കെ പറഞ്ഞ് x0 = 1, x1 = 1 എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട്. ബേസിക്കലി ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊരു ഇലക്ട്രോണിക് സ്റ്റുഡൻ്റ് ആണെങ്കിൽ ബേസിക്കലി നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ എക്സാമിന് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് നെറ്റ്വർക്ക് തിയറിയിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണെന്ന് നിങ്ങൾ വിചാരിക്കും. ഇത് നിങ്ങൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ബേസിക്കലി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? x(12) ആണ് കണ്ടുപിടിക്കേണ്ടത്. ബേസിക്കലി ഇതിലെ ക്വസ്റ്റ്യനില്ല, എന്നിനെ എല്ലാം കൂടെ എടുത്ത് x(12) റീപ്ലേസ് ചെയ്ത് ഈ വാല്യൂ അങ്ങോട്ട് ചെക്ക് ചെയ്ത് നോക്കുക ആദ്യം. ഓക്കെ, x(11) = 1 1 n 12 ആകുമ്പോഴല്ലേ കണ്ടുപിടിക്കേണ്ടത്. 10 whole power 12 × 10. ഓക്കെ, ഇങ്ങനെ മാറ്റി എഴുതി നോക്കുക ആദ്യം. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഇതൊരു നെറ്റ്വർക്ക് തിയറി ക്വസ്റ്റ്യൻ അല്ല, ഇതൊരു ബേസിക്കലി ലീനിയർ ആൾജിബ്ര എന്ന് വന്നൊരു ക്വസ്റ്റ്യനാണ്. അതായത് നിങ്ങൾക്ക് ഈ x(12) x(1) കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഒരു മാട്രിക്സിൻ്റെ ഗ്രൂപ്പിൻ്റെ പ്രോഡക്റ്റ് എടുത്താൽ പോരെ.
അതായത് ഇതൊരിപ്പോൾ ഒരു 2/1 മീറ്റർ 2/2 മീറ്റേഴ്സാണ്, ഇതൊരു 2/1 മീറ്റേഴ്സാണ്. അപ്പോൾ ഇവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 2/1 മീറ്റേഴ്സ് കിട്ടും. ഓക്കെ, അപ്പോൾ ആ 2/1 മീറ്റേഴ്സിൻ്റെ വാല്യൂസ് നമുക്ക് എക്സ് വൈ എന്ന് പറഞ്ഞിടാം. ഓക്കെ, അപ്പം നിങ്ങളുടെ എക്സ് ഓഫ് 12 എക്സ് ഓഫ് 11 ഈക്വൽ ടു എക്സ് വൈ. അപ്പോൾ നിങ്ങൾക്ക് എക്സ് ഓഫ് 12ഉം എക്സ് ഓഫ് 11ഉം കിട്ടിയില്ലേ? ഇങ്ങനെ ഡയറക്റ്റ് കിട്ടിയില്ലേ? അപ്പോൾ ബേസിക്കലി അങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ഇത് ഒരു ലീനിയർ ആൾജിബ്ര ക്വസ്റ്റ്യൻ ആണോ ഒരു വേറെ ഏതെങ്കിലും സബ്ജക്റ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണോ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇങ്ങനെ ആദ്യം ചെക്ക് ചെയ്ത് നോക്കാം. ഇനിയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് 1 1 1 0 അല്ലേ, 1 1 1 0 ഹോൾ പവർ 12 കണ്ടുപിടിക്കണം. ഓക്കെ, ഹയർ പവറിലെ എന്താണ് മീറ്റേഴ്സിൻ്റെ റിസൾട്ടുകളൊക്കെ നമ്മൾക്ക് എങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് കെയ്ലി ഹാമിൽട്ടൺ തിയറം ഉപയോഗിക്കാം അല്ലേ. അപ്പോൾ ബേസിക്കലി നമുക്ക് ഈ ഒരു മീറ്റേഴ്സ് നമ്മൾ എ എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എ മൈനസ് ലാംഡ ആയി. ഓക്കെ, എടുത്ത് എഴുതി കഴിഞ്ഞാൽ 1 മൈനസ് ലാംഡ 1 1 0 മൈനസ് ലാംഡ. ഓക്കെ, ബൈ കെയ്ലി ഹാമിൽട്ടൺ തിയറം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ ലാംഡേനെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ മീറ്റേഴ്സ് ആയിട്ട് റീപ്ലേസ് ചെയ്യാം. എ സ്ക്വയർ ഇപ്പോൾ എ പവർ 4 ആണെങ്കിലോ അത് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ അല്ലേ. അതായത് എ പവർ 4 ഈക്വൽ ടു എ പ്ലസ് ഐ ദ ഹോൾ സ്ക്വയർ അല്ലേ. അതായത് എ സ്ക്വയർ പ്ലസ് 2ai പ്ലസ് ഐ സ്ക്വയർ. ഇതെന്ന് പറയുന്നത് എ സ്ക്വയർ പ്ലസ് 2a പ്ലസ് ഐ അല്ലേ. ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം? എ സ്ക്വയറിനെല്ലാം നമ്മുടെ ഈ ഒരു റിലേഷൻ എടുത്ത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എ സ്ക്വയറിനെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? എ പ്ലസ് ഐ പ്ലസ് 2a പ്ലസ് ഐ ഈക്വൽ ടു 3a പ്ലസ് 2i ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ എ പവർ 4 കിട്ടി. ഇനി എ പവർ 8 കണ്ടുപിടിക്കാനാണെങ്കിൽ എ പവർ 4 എ പവർ 4 ചെയ്താൽ മതി, എ പവർ 8 കിട്ടും. അപ്പം അതിന് എ സ്ക്വയർ പ്ലസ് 12a പ്ലസ് 4i ഫിസിക്കൽ 9 ഇൻറ്റു എ പ്ലസ് ഐ പ്ലസ് 12a പ്ലസ് 4i. എ പവർ 12 കണ്ടുപിടിക്കാനാണെങ്കിലോ എ പവർ 8 ഇൻറ്റു എ, അതായത് 144a പ്ലസ് 89i എന്ന് പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഫൈനൽ എ പവർ 12ൻ്റെ റിസൾട്ട്. അപ്പോൾ ഇതിനെ നമ്മൾ 144 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 1110 അല്ലേ, പ്ലസ് 89 ഇൻറ്റു 10101. ഓക്കെ, ഒന്നുകൂടെ വൃത്തിയായിട്ട് എഴുതി. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ഫൈനലായിട്ട് കിട്ടുന്ന മീറ്റേഴ്സ് ഇതാണ്. അപ്പോൾ ഈ മീറ്റേഴ്സാണ് നമ്മൾ ഇനി എന്ത് ചെയ്യണം? നമുക്ക് റീപ്ലേസ് ചെയ്യണം ഈ വാല്യൂ. നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് ഓഫ് 12 എക്സ് ഓഫ് 11 അല്ലേ ഈക്വൽ ടു 233 144 14489 ഇൻറ്റു 10. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഈ രണ്ട് മീറ്റേഴ്സും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഇനി മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി വാല്യൂ കിട്ടും. അപ്പം 233 ഇൻറ്റു 231 ഇൻറ്റു 144 ഇൻറ്റു 0 ഇത് കിട്ടും 233 144. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് എക്സ് ഓഫ് 12ഉം എക്സ് ഓഫ് 11. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ് ഓഫ് 12 എന്ത് കിട്ടി? എക്സ് ഓഫ് 12 എന്ന് പറയുന്നത് 233 ആണ് നമ്മുടെ ആൻസർ. സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് നമുക്ക് ദ വാല്യൂ ഓഫ് എക്സ് ഫോർ വിച്ച് ദ മാട്രിക്സ് എ ആസ് 0 ആസ് എൻ ഈഗൻ വാല്യൂ. അതായത് ഈഗൻ വാല്യൂ 0 ആവാൻ വേണ്ടിയിട്ട്, അതായത് ഒരു ഈഗൻ വാല്യൂ 0 ആവാൻ വേണ്ടിയിട്ട് എക്സിന് എത്ര വാല്യൂ വരണം എന്നാണ് ക്വസ്റ്റ്യൻ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ബേസിക്കലി നമ്മൾ റിസൾട്ട്സ് തന്നെ ഉപയോഗിച്ചാൽ മതി. അതായത് ഇപ്പോൾ നമുക്ക് ഇതിപ്പോൾ 3/3 മാട്രിക്സ് ഉണ്ട്. അപ്പോൾ λ1 λ2 λ3 ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഇപ്പോൾ λ1 0 ആണെങ്കിൽ λ1 ഇൻറ്റു λ2 ഇൻറ്റു λ3 എന്താണ്? ഡിറ്റർമിനൻ്റ് ഓഫ് നമ്മുടെ മാട്രിക്സ് ആണല്ലേ. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് എ. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്താണോ? 0 ആണ്. ഓക്കെ, അപ്പോൾ λ1 ഇൻറ്റു λ2 ഇൻറ്റു λ3 0 ആണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യുന്നില്ല,
അതായത് ബേസിക്കലി ഈ മാട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. 3/3 മാട്രിക്സാണ്. ഡയറക്റ്റ്ലി കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ഡിറ്റർമിനൻ്റ് വാല്യൂ ഈക്വൽ ടു 0 ആക്കുക. ഈക്വൽ ടു 0 ആയിട്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ വരും. അവസാനം എക്സിൻ്റെ വാല്യൂ 1 ആയിട്ട് തന്നെ എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞൊരു ഇക്വേഷനിലേക്ക് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് വരും. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഡിറ്റർമിനൻ്റ് വാല്യൂ 0 ആണ്. ഏഗൻ വാല്യൂ ആണെങ്കിൽ 0 വന്നു കഴിഞ്ഞാൽ ഡിറ്റർമിനൻ്റ് 0 ആണ്. സോ ഡയറക്റ്റ്ലി ഒരു 3/3 മാട്രിക്സിൻ്റെ എന്താണ് നിങ്ങൾ ഡിറ്റർമിനൻ്റ് ഫൈൻഡ് ചെയ്യുക, അത് ഈക്വൽ ടു 0 ചെയ്യുക. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ എ എന്ന് പറഞ്ഞൊരു 4/4 മാട്രിക്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ തന്നിട്ടുണ്ട് 100 ആണെന്ന് പറയും. അങ്ങനെയാണ്. അപ്പോൾ അതേപോലെ തന്നെ ട്രേസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ്, സം ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് 14 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മോഡുലസ് ഓഫ് എ മൈനസ് ബി എത്രയാണെന്ന് ഇവിടെ, അതായത് നമുക്കിവിടെ 2 അൺനോൺസ് തന്നിട്ടുണ്ടല്ലോ, എയും ബിയും 2 അൺനോൺസ് തന്നിട്ടുണ്ട്. അതിൻ്റെ മോഡുലസ് വാല്യൂ പോസിറ്റീവ് വാല്യൂ എത്രയാണെന്ന് അതിൻ്റെ സബ്ട്രാക്ട് ചെയ്താൽ അതിൻ്റെ പോസിറ്റീവ് വാല്യൂ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്ന് പറയുന്നത് ഈഗൻ വാല്യൂസിൻ്റെ പ്രോഡക്റ്റ് ആണെന്നറിയാം. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഡിറ്റർമിനൻ്റ് എടുക്കേണ്ട ഒരാവശ്യമുണ്ട്. അതായത് ഇപ്പം ഞാൻ ഓക്കെ, ഞാൻ ബേസിക്കലി ഇവിടെ ചെയ്തേക്കുന്നത്, അതായത് എ ഇൻറ്റു നമ്മുടെ മാട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് മാത്രം എടുത്തിട്ടുണ്ട്. കാരണം അത് ബാക്കി എടുക്കാത്ത എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു, അതായത് നമ്മൾ ഫസ്റ്റ് റോയിൻ്റെ എലമെൻസിൻ്റെ മൈനർ മാട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താലേ നമ്മൾ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ എയുടെ മാത്രം മൈനർ മാട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ അതിന് മാത്രമേ ഇവിടെ വാല്യൂ വരുന്നുള്ളൂ. ബാക്കി എല്ലാ വാല്യൂസിനും എന്തോ പറ്റും, 0 ആയിട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ എ മാത്രം എടുത്തത്. ഓക്കെ, അത് നിങ്ങൾ ചെയ്ത് തന്നെ നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇപ്പോൾ 7 എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന മാട്രിക്സ് എത്രയായിരിക്കും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് നോക്കി കഴിയുമ്പോൾ നിങ്ങൾ 0 ആയിട്ട് തന്നെ വരും. ബാക്കി എല്ലാ വാല്യൂസും 0 ആയിട്ട് വരും. അപ്പോൾ അത് നിങ്ങൾ ഈക്വൽ ടു 100 ചെയ്യുക. 100 ആണ് നമുക്കിവിടെ ഡിറ്റർമിനൻ്റ് ആയിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എ ബി എന്ന് പറയുന്നത് 100 എന്ന് പറഞ്ഞ ഒരു ഇക്വേഷനായിട്ട് നിങ്ങൾക്ക് ഡെഡ്യൂസ് 10 എന്ന് പറഞ്ഞൊരു വാല്യൂ ആയിട്ട് ഡെഡ്യൂസ് ആവും. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ട്രേസ് എന്ന് പറയുന്ന വാല്യൂ എന്താണ്, a + 5 + 2 + b = 14 എന്ന് തന്നിട്ടുണ്ട്. ഇപ്പോൾ a + b എന്ന് പറയുന്നത് 7 ആണ്. ഓക്കെ, അപ്പോൾ എ ബി എന്ന് പറയുന്നത് 10 ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്കിതിന് b = 7 - a എന്ന് എഴുതിയിട്ട് ഇതെടുത്ത് നമുക്ക് ബിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ a × 7 - a = എന്താണ്, 10 എന്ന് പറഞ്ഞു തന്നു. അപ്പോൾ 7a - a² = 10. ഓക്കെ, അപ്പോൾ 7a - a² നമ്മൾ a² - 7a + 10 എന്ന് മാറ്റി എഴുതാമല്ലോ, = 0. അപ്പോൾ ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ a - 2 × a - 5 ഓക്കെ = 0. അപ്പോൾ a = 2 അല്ലെങ്കിൽ a = 5. ഓക്കെ, അപ്പോൾ എയുടെ വാല്യൂ a = 2 ആകുമ്പോഴത്തേക്കും എയുടെ വാല്യൂ 5 ആകുമ്പോഴുള്ള നമ്മൾ a + bയുടെ റിലേഷൻഷിപ്പിലെടുത്ത് ഇട്ട് കൊടുത്താൽ എയുടെ വാല്യൂ 2 ആണെങ്കിൽ 2 + b = 7, ബിയുടെ വാല്യൂ എന്താണ് 5 ആയിട്ട് വരും. എയുടെ വാല്യൂ 5 ആണെങ്കിൽ 5 + b = 7, ബിയുടെ വാല്യൂ 2 ആയിട്ട് വരും. ഓക്കെ, അപ്പം മോഡുലസ് ഓഫ് നമ്മൾ ഈ 2 കേസ് എടുത്തു കഴിഞ്ഞാൽ എയുടെ വാല്യൂ 5, a - bയിൽ നമുക്ക് ചോദിച്ചിരിക്കുന്നു.
എ മൈനസ് ബി ആണ് ചെയ്യുന്നത്. അപ്പോൾ 5 മൈനസ് ബിയുടെ വാല്യൂ 2 ആണ് വന്നത്. 5 മൈനസ് 2 3. ഓക്കെ, 3 ആണ് നിങ്ങളുടെ ആൻസർ. ഇപ്പം എയുടെ വാല്യൂ 2 ആണെങ്കിൽ 2 മൈനസ് 5, മോഡുലസ് വാല്യൂ എന്ന് പറയുന്നത് 3. ഓക്കെ, സോ ഇതും ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് നിങ്ങൾക്ക് എ എന്ന് പറഞ്ഞാൽ മുകളിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൽ എക്സ് എന്ന് പറഞ്ഞൊരു അൺനോൺ വാല്യൂ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈഗൻ വാല്യൂസ് തന്നിട്ടുണ്ട്. സിഗ്മ പ്ലസ് ജെ എം എ, സിഗ്മ മൈനസ് ജെ എം എ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ബേസിക്കലി നമുക്ക് ഇത് നമ്മൾ റിലേഷൻഷിപ്പ് വെച്ച് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് എ എന്ന് പറഞ്ഞ മാട്രിക്സ് തന്നിട്ടുണ്ടല്ലേ, ഈക്വൽ സിഗ്മ എക്സ് ഒമേഗ സിഗ്മ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ മൈനസ് ഒമേഗ എക്സ് ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഡിറ്റർമിനൻ്റ് ഓഫ് എ ഈക്വൽ ടു സിഗ്മ സ്ക്വയർ മൈനസ് ഒമേഗ എക്സ്. അപ്പോൾ നമുക്ക് എന്താണ് ഈഗൻ വാല്യൂസ് തന്നിട്ടുണ്ടല്ലേ. അപ്പം ഈഗൻ വാല്യൂസിൻ്റെ λ1 ഇൻറ്റു λ2 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ വാല്യൂ തന്നെ കിട്ടണം. അപ്പം സിഗ്മ പ്ലസ് ജെ ഒമേഗ ഇൻറ്റു സിഗ്മ മൈനസ് ജെ ഒമേഗ, അത് λ1 λ2 തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ആണ് അല്ലേ. ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ജെ സ്ക്വയർ മൈനസ് ഉണ്ട്, അതുകൊണ്ടാണ് നമുക്കിവിടെ പ്ലസ് വന്നത്. അപ്പം അത് നമ്മൾ ഇതുമായിട്ട് ഇക്വേറ്റ് ചെയ്ത് നോക്കണം, സിഗ്മ സ്ക്വയർ മൈനസ് ഒമേഗ എക്സ്. അപ്പം ഈ ഒരു വാല്യൂ ഇതുമായിട്ട് ഈക്വൽ ആവണമെങ്കിൽ നമുക്ക് എക്സിന് എന്ത് വാല്യൂ വരണം, എക്സിന് മൈനസ് ഒമേഗ ആണ് വരണമെങ്കിൽ ഈ വാല്യൂ എങ്ങനെ മാറും, സിഗ്മ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞ് വരത്തില്ലേ. അപ്പം മൈനസ് ഒമേഗയാണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ. സോ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു 5/5 മാട്രിക്സ് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് എ ഹാസ് ഓൺലി 1 റിയൽ ഈഗൻ വാല്യൂ ആൻഡ് ദ റിയൽ ഈഗൻ വാല്യൂ ഓഫ് എ ഈസ്. അപ്പോൾ ഇതിൽ എ എന്ന് പറഞ്ഞ മാട്രിക്സിൽ തന്നിട്ടുണ്ട്, അതിന് ഒരേ ഒരു റിയൽ ഈഗൻ വാല്യൂ ഉള്ളതെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ റിയൽ ഈഗൻ വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈഗൻ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബേസിക് ഫോർമുല എന്താണ്, എ മൈനസ് ലാംഡ ഈ ഫോർമാറ്റിലേക്ക് മാറ്റുക. ഓക്കെ, അപ്പോൾ എ മൈനസ് ലാംഡ ഈ ഫോർമാറ്റിലേക്ക് മാറ്റുമ്പോൾ എ എന്ന് പറഞ്ഞ മാട്രിക്സ് എങ്ങനെ വരും, എ മൈനസ് ലാംഡ മാട്രിക്സ് ആണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഇതിൽ എയുടെ വാല്യൂ, അതായത് ഒരു ഈഗൻ വാല്യൂ റിയൽ ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ എ മൈനസ് ലാംഡ ഐയുടെ ഡിറ്റർമിൻ്റ് വാല്യൂ എന്താണ്, 0 ആണ്. എ മൈനസ് ലാംഡ ഐയുടെ ഡിറ്റർമിൻ്റ് വാല്യൂ 0 ആക്കിയിട്ടാണ് നമ്മൾ നമ്മൾ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത്, അതായത് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ എ മൈനസ് ലാംഡ ഐയുടെ ഡിറ്റർമിനൻ്റ് 0 ആവണം. ഓക്കെ, നമ്മൾ അതായത് ഈ ഒരു മാട്രിക്സിന് റിയൽ ആയിട്ടുള്ളൊരു ഈഗൻ വാല്യൂ ഉണ്ടെങ്കിൽ ആ ഈഗൻ വാല്യൂ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡിറ്റർമിനൻ്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ 0 വരണം. ഓക്കെ, അപ്പം ഏതാണ് ആ റിയൽ വാല്യൂ, ഡിറ്റർമിനൻ്റ് വാല്യൂ 0 ആണെന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. ഒന്നല്ലെങ്കിൽ ഡയറക്റ്റ്ലി ഡിറ്റർമിനൻ്റ് ഈ 5/5 മാട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് നിങ്ങൾ എടുത്ത് ചെയ്യണത് മണ്ടത്തരമായിരിക്കും. ഓക്കെ, പക്ഷേ വേറൊരു വഴിയെന്ന് പറഞ്ഞാൽ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൊപ്പോർഷണൽ റോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു റോ കംപ്ലീറ്റ്ലി 0 ആവും, ഒരു റോ കംപ്ലീറ്റ്ലി 0 ആയി നമുക്ക് ഡിറ്റർമിനൻ്റ് 0 ആയിട്ട് തന്നെ വരും. ഓക്കെ, വേറെ എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ സം ഓഫ് ആൾ റോസ്, അതായത് സം ഓഫ് ആൾ റോസ് 10 to 0 വരണം. ഓക്കെ, ഈ എല്ലാ റോയുടെ സം എടുത്തു കഴിഞ്ഞാൽ അത് 0 ആയിട്ട് വരണം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഫസ്റ്റ് റോ എടുത്തു കഴിഞ്ഞാൽ 1 മൈനസ് ലാംഡ പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് 5 ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ 2 പ്ലസ് 3 5 പ്ലസ് 5 10 പ്ലസ് 4 14 പ്ലസ് 1 15 മൈനസ് ലാംഡ ഈക്വൽ ടു 0. അപ്പോൾ ലാംഡ എന്ന് പറയുന്നത് 15 നമ്മുടെ അടുത്ത് ലാംഡ ഐ. അപ്പോൾ ലാംഡ ഐ 15 ഇട്ടാൽ മാത്രമേ എ മൈനസ് ലാംഡ ഐ 0 ആയി ഡിറ്റർമിനൻ്റ് 0 ആയിട്ട് വരത്തുള്ളൂ. ഓക്കെ, നമ്മൾ ഈ ഒരു സമ്മ് 0 ആയിട്ട് വരുന്ന കേസ് നമ്മൾ പ്രോപ്പർട്ടീസ് ആയിട്ട് പഠിച്ചിട്ടില്ല, പക്ഷേ നിങ്ങൾ ഈ ഒരു പ്രോബ്ലത്തിൽ നിന്ന് മനസ്സിലാക്കിയിടുക. ഓക്കെ, അങ്ങനെ ഒരു കേസ് കൂടെ ഉണ്ട്. എല്ലാ റോസും എന്ത് ചെയ്യണം, എല്ലാ റോസിൻ്റെയും എലമെൻസിൻ്റെയും സമ്മ് 0 ആയിട്ട് വരികയാണെങ്കിൽ ആ മാട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് 0 ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾ വേറെ റോ എടുത്തു കഴിഞ്ഞാൽ 2 പ്ലസ് 3 5 പ്ലസ് 4 9 9 പ്ലസ് 5 14 പ്ലസ് 1 15
ഈ ലാസ്റ്റ് റോയും അങ്ങനെ തന്നെ വരുന്നത് 15 തന്നെയാണ് വരുന്നത്. അപ്പോൾ 15 ഇട്ടാൽ മാത്രമേ എ മൈനസ് ലാംഡ ഈ മാട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് 0 ആയിട്ട് വരത്തുള്ളൂ. സോ നെക്സ്റ്റ് ഒരു പ്രോപ്പർട്ടി ക്വസ്റ്റ്യൻ ആണ്. അതായത് എം എന്ന് പറയുന്ന ഒരു 4/5 മാട്രിക്സ് ഉണ്ട്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. 3 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. എം ഹാസ് 4 ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് eigen വെക്റ്റേഴ്സ്. എം ഹാസ് 4 ഡിസ്റ്റിങ്ക്ട് eigen വാല്യൂസ്. എം ഈസ് നോൺ സിംഗുലർ. ഓക്കെ, ഇതിൽ നിന്ന് എന്ത് റിലേഷൻഷിപ്പാണ് നിങ്ങൾക്ക് മേക്ക് ചെയ്യാൻ പറ്റുന്നത്? അതായത് S1 ഇംപ്ലൈസ് S2. അതായത് S1 കാരണം S2 ഉണ്ടാകും. S2 ഓക്കെ. S1 ബി എന്ന് പറഞ്ഞാൽ S1 ഇംപ്ലൈസ് S3. ഓക്കെ, S2 ഇംപ്ലൈസ് S1. അതായത് S1ൻ്റെ റീസൺ എന്ന് പറയുന്നത് S2 ആണ്. ഓക്കെ, S2 ഇംപ്ലൈസ് S1 എന്ന് പറയുന്നത് S1ൻ്റെ റീസൺ S2 ആണെന്നാണ്. S3 ഇംപ്ലൈസ് S2 എന്ന് പറഞ്ഞാൽ S2ൻ്റെ റീസൺ S3 ആണ്. അപ്പോൾ നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് S1 ഒന്ന് വായിച്ച് വെച്ചാൽ എം ഹാസ് 4 ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് eigen വെക്റ്റേഴ്സ്. അതായത് 4 ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള eigen വെക്റ്റേഴ്സ് ഉണ്ടെന്നാണ്. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള eigen വെക്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ eigen വെക്റ്റേഴ്സ് കിട്ടണമെങ്കിൽ നമുക്ക് eigen വാല്യൂ കാണും അല്ലേ? അപ്പോൾ eigen വാല്യൂവും eigen വെക്റ്ററും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. അതായത് 4 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് വാല്യൂസ് വരുന്ന eigen വാല്യൂസാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതെങ്കിൽ ആ 4 eigen വാല്യൂസ് ഉപയോഗിച്ച് നമുക്ക് eigen വെക്റ്റേഴ്സ് കണ്ടുപിടിക്കാം അല്ലേ? അപ്പോൾ കിട്ടുന്ന eigen വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ആ 4 eigen വെക്റ്റേഴ്സ് എന്താണ്? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ ഒരു കേസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ എന്താ പറയാം? S2 ഇംപ്ലൈസ് S1. ഓക്കെ, അതായത് S1 അതായത് 4 ഇൻഡിപെൻഡൻറ്റ് eigen വെക്റ്റേഴ്സ് ഉണ്ടാകാനുള്ള റീസൺ എന്ന് പറയുന്നത് 4 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള eigen വാല്യൂസ് ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് നമുക്കൊരു A എന്നൊരു 4/4 മാട്രിക്സ് തന്നിട്ടുണ്ട്. അതിൽ എത്ര ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള eigen വാല്യൂസ് ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ eigen വാല്യൂസ് കണ്ടുപിടിക്കാണ്ട് A മൈനസ് ലാംഡ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കും. സോ ഇതൊരു 4/4 മാട്രിക്സ് ആണ്. അപ്പോൾ 4/4 ഒക്കെ നിങ്ങൾക്ക് ഒന്ന് ചെയ്യാൻ പറ്റുന്നതാണെന്ന് ഗേറ്റുകാർക്ക് അറിയാം. ഓക്കെ, 4/4ൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കാനും eigen വാല്യൂസ് എടുക്കാനും ഒക്കെ ഒരു പരിധി വരെയൊക്കെ പറ്റുമെന്ന് ഗേറ്റ് ക്വസ്റ്റ്യൻ ഇടുന്നവർക്ക് അറിയാം. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഒരു അൺനോൺ എയും ബിയും തന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടു 4/4ൻ്റെ ഡിറ്റർമിനൻ്റ് എടുത്ത് നോക്കണം നമ്മൾ. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള വാല്യൂസ് എല്ലാം 0 ആവുന്ന രീതിയിലായിരിക്കും അവർ ക്വസ്റ്റ്യൻ തരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയും അങ്ങനെ കുറേ 0 ഒക്കെ തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മളൊന്ന് ക്ലോസ് ഒബ്സർവ് ചെയ്താൽ ഒരു അപ്പർ ട്രയാങ്കുലർ മാട്രിക്സ് ആണ്. ഇതൊരു അപ്പർ ട്രയാങ്കുലർ മാട്രിക്സ് ആണല്ലേ? അപ്പോൾ അപ്പർ ട്രയാങ്കുലർ മാട്രിക്സ് നമ്മളൊരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. അപ്പർ ട്രയാങ്കുലർ ആണോ ലോവർ ട്രയാങ്കുലർ ആണോ അതോ ഡയഗണൽ മാട്രിക്സ് ആണോ വരുന്നതെങ്കിൽ അതിൻ്റെ eigen വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ അപ്പർ ട്രയാങ്കുലർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ eigen വാല്യൂസ് എന്ന് പറയുന്നത് എന്താണ്? 2 1 3 2. അപ്പം നമുക്ക് 4 eigen വാല്യൂസ് വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് eigen വാല്യൂസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് വരുന്നത് 2 1 3. 2 വീണ്ടും വന്നിട്ടുണ്ട്. അത് 2 1 3. അപ്പോൾ 2 1 3 ആണ്. 2 1 3 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതോടെ നമ്മുടെ ഏകദേശം നമ്മൾ 20+ പ്രോബ്ലംസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, പ്രോപ്പർട്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലീനിയർ ആൾജിബ്ര മാത്സിൽ എല്ലാ ചാപ്റ്റേഴ്സിലും ഇതേപോലെ റിസൾട്ട്സ് കാണും. അതേപോലെ നിങ്ങൾ ട്രിഗണോമെട്രിക് റിലേഷൻസ് പറ്റുമെങ്കിൽ പഠിക്കുക. ഞാൻ ഒരു കോപ്പി ഈ ട്രിഗണോമെട്രിക് റിലേഷൻസിൻ്റെ കുറേ റിലേഷൻസൊക്കെ ഉള്ളൊരു ഫോട്ടോ കോപ്പി ഞാൻ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾ ചിലപ്പോൾ ചിലർക്കെങ്കിലും യൂസ് ആവും. സോ ഗുഡ് ലക്ക് ഓൺ ലീനിയർ ആൾജിബ്ര. താങ്ക് യു.